ഹായ് ഫ്രണ്ട്സ്, വാഗാട് വർക്കെടുക്കുന്ന വെങ്ങളം മുതൽ അയ്യൂർ വരെയുള്ള റീച്ചിലെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ തിരുവങ്ങൂർ ജംഗ്ഷനിലാണ് ഉള്ളത്. ഇവിടെയൊക്കെ ഇപ്പോൾ വർക്കുകളൊക്കെ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരുവങ്ങൂർ, പൂക്കാട്, ചേമഞ്ചേരി, പൂയിൽക്കാവ്, ചെങ്ങോട്ടിക്കാവ് ഭാഗത്തുള്ള വർക്കുകൾ എവിടം വരെ എത്തിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കാണുക, കൂടെ ലൈക്കും നൽകുക. തിരുവങ്ങൂർ അണ്ടർപാസിൻ്റെ ലെവലിൽ മണ്ണിട്ട് ഉയർത്തേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം നല്ല ഉയരത്തിൽ മണ്ണിട്ട് പൊന്തിക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ തുടക്കത്തിലെ വർക്കുകളാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അണ്ടർപാസിന് വേണ്ടി 4 പില്ലറുകളും അതിൻ്റെ മേലെ ഗർഡറും കോൺക്രീറ്റുമെല്ലാം കഴിഞ്ഞതാണ്. 2 സൈഡിലും സർവീസ് റോഡ് സെറ്റാക്കിയതിന് ശേഷമാണ് ഇവിടെ ഇപ്പോൾ വർക്ക് നടക്കുന്നത്. അപ്പോൾ കുറേ കാലം ഇവിടെ വർക്കൊന്നും നടക്കാതെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഇവിടുത്തെ വർക്കുകളൊക്കെ ഒന്ന് സ്പീഡായത്. തിരുവങ്ങൂരിനും പൂക്കാടിനും ഇടയിലുള്ള ഭാഗത്ത് കുറച്ചൊക്കെ 6 വരി പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൂക്കാട് ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് ഉണ്ട്. അതിനോടനുബന്ധിച്ച് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അണ്ടർപാസിൻ്റെ ഒരു ഭാഗം നേരത്തെ കോൺക്രീറ്റ് പൂർത്തിയായതാണ്. രണ്ടാമത്തെ സൈഡിലെ വർക്കിന് വേണ്ടിയുള്ള കമ്പി കെട്ടി സെറ്റാക്കുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൂക്കാട് ജംഗ്ഷൻ നല്ല തിരക്കുള്ള ജംഗ്ഷനാണ് കേട്ടോ. ഇവിടുന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള റോഡ് കാപ്പാട് തുവ്വപ്പാറയിലാണ് എത്തുക. അതുപോലെ നേരത്തെ കണ്ട തിരുവങ്ങൂർ ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാറോട്ടുള്ള റോഡ് നേരെ കാപ്പാട് ബീച്ചിലും എത്തും. അപ്പോൾ ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്നൊരു ഭാഗമാണ് കേട്ടോ തിരുവങ്ങൂർ, പൂക്കാട് ഭാഗങ്ങൾ. പൂക്കാട് ജംഗ്ഷനിൽ പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ 6 വരി പൂർത്തിയായ ഭാഗങ്ങൾ കാണാൻ സാധിക്കും. ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലെ ഭാഗമാണ്. ഇവിടെ 3 വരിയിലെ വർക്കുകൾ കഴിഞ്ഞു. അടുത്ത 3 വരിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇത് പൊയിൽക്കാവ് അണ്ടർപാസ് ആണ് കേട്ടോ. ഒരുപാട് സമരം ചെയ്ത് നേടിയതാണ് കേട്ടോ ഈ ഒരു അണ്ടർപാസ്. അപ്പോൾ ഈ ഒരു അണ്ടർപാസ് പകുതി ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ട് കുറച്ച് കാലമായി. അതും അങ്ങനെ തന്നെയുണ്ട്. ഈ ഭാഗത്ത് ഇപ്പോൾ കാര്യമായ വർക്കൊന്നും നടക്കുന്നില്ല. കോയിൽക്കാവ് ജംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗങ്ങളിലും വർക്ക് അവസാനിപ്പിച്ച ഭാഗങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ചെങ്ങോട്ടുകാവാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നിലവിലെ പാതയിൽ നിന്ന് മാറി പുതിയ അലൈൻമെൻ്റ് ആയിട്ടാണ് ഹൈവേ കടന്നു പോകുന്നത്. അതായത് കൊയിലാണ്ടി ബൈപ്പാസ് ആണ്. കൊയിലാണ്ടിനെ ടൗൺ ഒഴിവാക്കിയാണ് കൊയിലാണ്ടി ബൈപ്പാസ് വരുന്നത്. ചെങ്ങോട്ടുകാവിൽ നിന്ന് ഒരു അണ്ടർപാസോട് കൂടിയാണ് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ തുടക്കം. ചെങ്ങോട്ടുകാവ് അണ്ടർപാസിനോടനുബന്ധിച്ചുള്ള മണ്ണിട്ടുയർത്തുന്ന വർക്കുകൾ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ 6 വരി പാതയുടെ നിർമ്മാണം നേരത്തെ തന്നെ കഴിഞ്ഞതാണ്. അതുപോലെ സർവീസ് റോഡുകളും സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസിലെ കോമോത്തുകര ഭാഗത്താണ്. ഇവിടെ ഒരു ഓവർപാസ് കാണാം. ഈ ബൈപ്പാസിലെ അല്ലെങ്കിൽ ഈ റീച്ചിലെ തന്നെ ഏക ഓവർപാസാണ് ഇവിടെയുള്ള ഓവർപാസ്. കൊയിലാണ്ടി ബാലുശ്ശേരി റോഡാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. അത്ര വലിയൊരു ഓവർപാസ് ഒന്നുമല്ല ഇവിടെ പണിഞ്ഞിരിക്കുന്നത്. ഭാവിയിൽ ഈ റോഡ്, അതായത് കൊയിലാണ്ടി ബാലുശ്ശേരി റോഡ് വികസിക്കുകയാണെങ്കിൽ ഈ ഒരു ഓവർപാസും വീതി കൂട്ടേണ്ടി വരും. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ NH66 അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.